ഹലോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പും ഹോം അപ്ലയൻസും കിച്ചൺ അപ്ലയൻസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു DIY സൊല്യൂഷനാണ്, ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീഫില്ല് ചെയ്യുന്നതിന് മുമ്പ് അത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് വിനെഗറാണ്, കുക്കിംഗ് വിനെഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിഷ് വാഷർ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രില്ലിൻ്റെ ഡിഷ് വാഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോർമൽ വാട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തതിൻ്റെ നേരെ പകുതിയോളം തന്നെ വിനെഗറും കൂടിയിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിഷ് വാഷർ കുറച്ച് ഒരു 4 to 5 ഡ്രോപ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ നോർമൽ ക്ലീനിങ് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, ഡീപ്പ് ക്ലീൻ അല്ല. ഒരു ഹാർഡ് സ്റ്റെയിനൊന്നും കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല, നോർമൽ നമ്മളെ സ്റ്റെയിൻസൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് അത്രയും ഡ്രോപ്സ് ഓഫ് ഡിഷ് വാഷറൊക്കെ എടുത്താൽ മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ DIY സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രാണികളും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനും അങ്ങനെ ഒരു നോർമൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പറ്റുന്നൊരു സൊല്യൂഷനാണിത്. അപ്പോൾ പിന്നെ അതുപോലെ കെമിക്കലൊന്നും സ്മെൽ ചെയ്യാൻ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു DIY സൊല്യൂഷനാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കൗണ്ടർ ടോപ്പും അതുപോലെ കിച്ചൺ വോളൊക്കെ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അതുപോലെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെയുള്ള അപ്ലയൻസസൊക്കെ കിച്ചൺ അപ്ലയൻസസൊക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇലക്ട്രിക് അപ്ലയൻസൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു വയറിങ് ഏരിയയിലും ആ ഒരു ഉൾഭാഗത്തോട്ടൊന്നും ഈ ഒരു സൊല്യൂഷൻ പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. ബാക്കി സ്റ്റെയിനൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെയിനൊക്കെ ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോം അപ്ലയൻസും കൂടെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ചിലർക്കെങ്കിലും തോന്നുന്നതാണ് ആ ഒരു വിനെഗറിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഉണ്ടാവില്ലേ എന്നുള്ളത്. സ്മെല്ലൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ആ ഒരു കുറച്ച് മിനിറ്റ്സിനുള്ളിൽ തന്നെ ആ സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതാണ്. പക്ഷേ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ക്ലീനിങ് എഫക്റ്റ് തരുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇനിയിപ്പോൾ അത്രയും സ്മെല്ല് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒരു കർപ്പൂരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടെ ലീവ് ചെയ്യുന്നതാണ്. പക്ഷേ അതൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുത്തുന്ന സ്മെല്ലായതുകൊണ്ട് ഹെഡേക്കൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്മെല്ലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഈ ഒരു സൊല്യൂഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ചെയ്യണത് ഒരു DIY കിച്ചൺ ഓർഗനൈസറാണ്. അതിനായിട്ട് ഇവിടെ ഒരു ഫുഡ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്പോസിബിൾ ഫുഡ് കണ്ടെയ്നറാണിത്. അത്യാവശ്യം വിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വേസ്റ്റ് ക്ലോത്താണ്. ആ ഒരു ക്ലോത്ത് ഞാനിതുപോലെ 3ആയിട്ട് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള 3 പീസ് മുടിയൊക്കെ പിന്നിടുന്ന പോലെ തന്നെ ഒന്ന് പിന്നിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്ത് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പിന്നിയെടുത്ത് വെച്ചിട്ടുള്ള ക്ലോത്തും കൂടെ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കണേ.
ബാസ്ക്കറ്റ് ഓർഗനൈസറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഹാൻഡിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ട്രിങ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സ്ട്രിങ് പോലെ തന്നെ വേറൊരു സ്ട്രിങ്ങും കൂടെ ഇവിടെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്ട്രിങ് നമ്മൾ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ നെക്ക് പോർഷനിൽ ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു എഗ് ഓർഗനൈസറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷീറ്റ് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ബേസിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ ഇൻ പ്ലേസ് ആയിട്ട് കിടക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത DIY ഓർഗനൈസർ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയുള്ള ബോക്സൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കാണാവുന്നതാണ്. അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാനൊരു കവറിങ് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കവർ ഈ ഒരു ബോക്സിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ആ ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ ഒന്ന് ക്ലിപ്പ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ പിൻ ചെയ്ത് കിട്ടുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഹാങ്ങർ പോലത്തെ ആ ഒരു സാധനം നമുക്ക് ഹുക്ക് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ഇത് ഞാനിതിൻ്റെ ബാക്ക് സൈഡിലാക്കിയിട്ട് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബോക്സ് നമുക്ക് നല്ലൊരു ടിഷ്യൂ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ കവറിലൊക്കെ വരുന്ന ടിഷ്യൂ ആണെങ്കിൽ എപ്പോഴും എടുത്ത് യൂസ് ചെയ്യാൻ ഒരു കൺവീനിയൻ്റ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ടിഷ്യൂ ഒക്കെ നമുക്ക് ഇതിലൊന്ന് സ്റ്റോർ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് കിച്ചണിലൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്